അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ചു. He was frightened, and all Jerusalem with him. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ചെയ്യും. Beware of them, for they will hand you over to the councils and flog you in the synagogues, and you will be dragged before the governors and kings because of me. Are we afraid of anything? About what and why? ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതായുള്ളൊരു കാര്യമാണ് ഭയപ്പെടരുത്. എന്നാൽ മനുഷ്യരായുള്ള നമ്മളെല്ലാം ഭയപ്പെടുന്നതായുള്ള അനേക സാഹചര്യങ്ങളുണ്ട്. മരണത്തെക്കുറിച്ച് പല ആളുകൾക്കും ഭയമാണ്. അത് പറയരുത് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുത്. നമുക്ക് ഈ ലോകത്തിലുണ്ടാകുന്ന കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ആണെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. താൻ വിളിച്ച് വേർതിരിച്ചതായ ശിഷ്യന്മാരോട് വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ അവസരത്തിൽ കർത്താവ് യേശു ക്രിസ്തു അവരോട് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നാം വായിച്ചതായുള്ള വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായമാണ്. അവിടെ വിവരിക്കുന്നത് കിഴക്ക് നിന്ന് വിദ്വാൻമാർ നക്ഷത്രം കണ്ട് യേശുവിനെ കാണുവാനായിട്ട്, യേശുക്കുഞ്ഞിനെ കാണുവാനായിട്ട് വരുന്നതിനെ കുറിച്ചാണ്. യഹൂദന്മാരുടെ രാജാവ് എവിടെ എന്നാണ് അവരുടെ ചോദ്യം. യഹൂദന്മാരുടെ രാജാവ് എവിടെ? ബുദ്ധിമാന്മാരായിട്ടുള്ള ഈ വിദ്വാൻമാരെ വിചാരിച്ചു അതൊരു രാജകൊട്ടാരത്തിലായിരിക്കും എന്നത്. അതുകൊണ്ട് കൊട്ടാരത്തിൽ ചെന്ന് ഹെരോദാവിനോട് ചോദിക്കുന്നുണ്ട്, യഹൂദന്മാരുടെ രാജാവ് എവിടെയാണ്? ഇത് കേട്ട അവസരത്തിലാണ് അവനും യെരൂശലേം ഒക്കെയും ഭ്രമിച്ചു എന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിവിടെ രാജാവായിരിക്കുമ്പോൾ വേറൊരു രാജാവ്. പലപ്പോഴും നമ്മുടെ സ്ഥാനമാനങ്ങൾ പോകുന്നത് നമ്മെ ഭയപ്പെടുത്തുന്നതായുള്ള കാര്യമാണ്. വാശിയേറിയതായുള്ള തിരഞ്ഞെടുപ്പുകൾ, വിദ്വേഷവും വെറുപ്പും കലർന്നതായുള്ളൊരു ലോകം. എന്തുകൊണ്ടാണ് ഇതെല്ലാം ഈ ലോകത്തിൽ ഉണ്ടാകുന്നത്? ഒന്ന്, തന്നേക്കാൾ വലിയവൻ തൻ്റെ സ്ഥാനം എടുക്കുവാൻ പോകുന്നു എന്നുള്ളതായിട്ടുള്ള ചിന്ത. ഹെരോദാവ് അതുകൊണ്ടാണ് ഭയപ്പെട്ടത്. യഹൂദന്മാരുടെ രാജാവ് എവിടെ? എന്നെയല്ല ഇവിടെ ആക്കിയിരിക്കുന്നത്, പിന്നെ എന്തിനാ വേറൊരു രാജാവ്? തൻ്റെ സ്ഥാനം പോകും എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഹെരോദാവ് ഭയപ്പെടുന്നു, ഭ്രമിക്കുന്നു. നാം ഇന്ന് ജീവിക്കുന്നത് ഏജ് ഓഫ് എക്സലൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് മാത്രമാണ് ഏതെങ്കിലും ഒരു സ്ഥാനം ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലാണ്, മത്സരാധിഷ്ഠിതമായ ലോകത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്നതായുള്ള പാഠം പോലും ഗൈഡ് പോലും പറഞ്ഞു കൊടുക്കുകയല്ല. കാരണം എന്നേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ചാലും
സ്ഥാനമാനങ്ങൾ പോകുന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ട് മാറുന്നു. രണ്ടാമതായിട്ട് ഈ ഹേരോദാവ് തൻ്റെ ജനം തന്നെ വേണ്ടതുപോലെ ഭയപ്പെടുന്നില്ല എന്നുള്ളതല്ല ചിന്ത അവനെ ഭയപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഈ വിദ്വാൻമാർ ബേത്ലഹേമിൽ പോയി യേശുവിനെയൊക്കെ നമസ്കരിച്ചു. ഹേരോദാവ് അവരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ മടങ്ങി വന്ന് എവിടെയാണ് ജനിച്ചതെന്ന് പറയണം. കാരണം തൻ്റെ ആളുകളെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് ബേത്ലഹേമിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ പോയി കണ്ടതിന് ശേഷം മടങ്ങി വരണം, എനിക്കും പോയി കാണണം, എനിക്കും പോയി ആരാധിക്കണം. കപടമായിട്ടുള്ള വാക്കുകളാണ്. എന്നാൽ വിദ്വാൻമാർ വേറെ വഴിയായിട്ട് പോയി എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. ദൈവം അവരെ അങ്ങനെയാണ് നയിച്ചത്. തൻ്റെ ജനം തന്നെ വേണ്ടതുപോലെ ഭയപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയതായുള്ള ഹേരോദാവ് കണക്കൊക്കെ കൂട്ടി പറഞ്ഞു, 2 വയസ്സിന് താഴെയുള്ള ബേത്ലഹേമിലെ ചുറ്റുപാടുമൊക്കെ ഉള്ള ആ പരിസരങ്ങളിലെ എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലണം. നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മളുടെ ആരാധനാക്രമത്തിലൊരു ഭാഗമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, അവർക്കായിട്ടൊരു ദിനമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങളെക്കുറിച്ച് ഈ ഇടവക പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നതായിട്ടുള്ള ദിവസമാണ്. കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്, അവർക്ക് കളങ്കമില്ല. കുസൃതിയില്ലെന്ന് ചോദിക്കുമുണ്ട്, എന്നാൽ കളങ്കമില്ല. അതൊക്കെ ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് പിണക്കമില്ലേ? ഉണ്ട്, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. പെട്ടെന്ന് അവർ രമ്യതപ്പെടും, നമ്മളെക്കാൾ എളുപ്പത്തിൽ. അതുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെയും രമ്യതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും ബന്ധുതയുടെ എല്ലാം മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ. ഞാനൊരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് ക്ഷണമനുസരിച്ച് പോയി. ഗാസയിലെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള അവസരമാണ്. ഗാസയിലുള്ള ആളുകളെ എല്ലാം ഇസ്രായേൽ വകവരുത്തിയതായിട്ടുള്ള അവസരം. യുദ്ധമൊക്കെ അവസാനിച്ചെന്ന് പറഞ്ഞ് തിരിച്ചു വന്നതായിട്ടുള്ള ആളുകളെ നശിപ്പിച്ചു. ചില കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുന്നത്, എൻ്റെ കൈ എവിടെയാണ്? നഷ്ടപ്പെട്ടു പോയി. എൻ്റെ മാതാപിതാക്കൾ എവിടെയാണ്? നഷ്ടപ്പെട്ടു പോയി. എൻ്റെ വീട് എവിടെയാണ്? നഷ്ടപ്പെട്ടു പോയി. ഞാനൊരു പുസ്തകത്തിൻ്റെ കവർ പിക്ചറെ കണ്ടത് ഇപ്രകാരമാണ്. ഒരു സാൻഡ്വിച്ച് കടിക്കാനായിട്ട് ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് ഒരു കുട്ടി. പക്ഷേ കുട്ടിക്ക് കടിക്കണോ വേണ്ടായോ എന്നുള്ള ഒരു ഭ്രമമാണ്. കാരണം താനത് കടിക്കുന്ന നേരത്ത് തന്നെ ചിലപ്പോൾ ഷൂട്ട് ചെയ്യും, കൊല്ലും. മരണം എപ്പോഴാണ് ജീവിതത്തിൽ വരുന്നതെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നതായുള്ള പൈതങ്ങൾ. 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുവാനായിട്ട് ആവശ്യപ്പെടുന്നതല്ല ഹേരോദ. എന്തിനാവശ്യപ്പെട്ടു? ഭയം കൊണ്ട്. തന്നേക്കാൾ വലിയവനായുള്ളൊരുവൻ ജനിച്ചിരിക്കുന്നു എന്നത് കേട്ടത് കൊണ്ട്. ഭയപ്പെടേണ്ട എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള അവസരം. എനിക്ക് സന്തോഷമുണ്ട്, ഇവിടെ ഈ പ്രാവശ്യം എല്ലാവരും വേദപുസ്തകം വായിക്കണം എന്ന് നിങ്ങൾ നിഷ്കർഷിക്കുകയും അപ്രകാരം നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളുമൊക്കെ വേദപുസ്തകം വായിക്കുകയും ചെയ്തു എന്നാണ് എൻ്റെ വിചാരം. ആ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നതായിട്ടൊരു വാക്കാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട.
യേശുവിനെ ക്രൂശിച്ചതായിട്ടുള്ള അവസരത്തിൽ മുകളിൽ എഴുതി വെച്ചു യഹൂദന്മാരുടെ രാജാവ് എന്നത്. യഹൂദന്മാരുടെ രാജാവിനെ തേടിയാണ് വിദ്വാൻമാർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തേടിയതായുള്ള ഈ രാജാവ് ഇതാ കിടക്കുന്നു ക്രൂസിൽ. എന്നാൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പാറകൾ പിളർന്നു, തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് കീറിപ്പോയി. യേശു മരിച്ച ഇടയിൽ അടക്കപ്പെടുകയും ചെയ്തു. എന്നാൽ മരിച്ച ഇടയിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു. സകല അധികാരവും ഉപയോഗിച്ചതല്ല അവസരത്തിൽ സീൽ ചെയ്തിരുന്നു, പടയാളികളെ നിർത്തിയിരുന്നു. യാതൊരു കാരണവശാലും ആരും ജഡമെടുത്തുകൊണ്ട് പോകരുത്. എന്നാൽ അതിനെല്ലാം പിളർന്ന് യേശു പുറത്തു വന്നു, ഉയർത്തെഴുന്നേറ്റവനായി. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് ദൈവം തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ക്രിസ്തീയ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. നമ്മെ വിജയോത്സവമായി നടത്തുന്നതായുള്ളൊരു ദൈവം എന്നാണ് വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തുന്നതായുള്ള ലേഖനത്തിലൂടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. നാം അടുത്ത സമയത്താണല്ലോ ക്രിസ്മസ് എല്ലാം ആഘോഷിച്ചത്. എന്നാൽ ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ വളരെയധികം പ്രയാസങ്ങളുണ്ടായതായുള്ള ഉണ്ടായിരുന്നു എന്നത് ഭാരതത്തിൽ തന്നെ നാം കേൾക്കുകയുണ്ടായി. ഒരു ജേർണലിസ്റ്റായിട്ടുള്ള ഫാദർ സുരേഷ് മാത്യു പറഞ്ഞിട്ടുണ്ട്, 12 ആക്രമണങ്ങളാണ് ഈ ലോകത്തിൽ ഉണ്ടായത്. ആസാമിലുണ്ടായതായുള്ള പ്രയാസം, ഡൽഹിയിൽ സ്ത്രീകൾ ക്രിസ്മസൊക്കെ ആഘോഷിക്കുന്നതിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതായുള്ള അവസ്ഥയിൽ അവരെ ആട്ടിപ്പായിച്ചു. വീട്ടിൽ പോലും ചെയ്താൽ മതി, ഇവിടെ ഒക്കുകയില്ല. ഒഡീഷയിൽ വഴിയോര കച്ചവടക്കാരെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. ഒരു കാറിൽ വരുന്നതായുള്ള മനുഷ്യനാണ്. അവിടുന്ന് ചോദിക്കുന്നത്, എന്തിനാണ് ഇവിടെ വിൽക്കുന്നത്, നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ്. എന്നാൽ ഇതൊന്നും നീ ഇവിടെ വിൽക്കണ്ട, എഴുന്നേറ്റ് വയ്ക്കും. എല്ലാം എടുപ്പിച്ചുകൊണ്ട് പോയതായിട്ടുള്ള കാഴ്ച. മധ്യപ്രദേശിൽ അന്ധയായ ഒരു പെൺകുട്ടിയെ വളരെയധികമായിട്ട് ആക്രോശിക്കുക മാത്രമല്ല ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യമൊക്കെ നാം കാണുകയുണ്ടായി. അന്ധയായിട്ടുള്ളൊരു പെൺകുട്ടിയെ അധികാരവും ഗർവവും ഒക്കെ വിനിയോഗിക്കുന്നതായുള്ള സാഹചര്യങ്ങൾ. പാലക്കാട്ട് ക്രിസ്മസിൻ്റെ കരോളിന് വേണ്ടി ഇറങ്ങിയതായിട്ടുള്ള ആൾക്കാരെ ഉപദ്രവിച്ചു എന്ന് നാം കേൾക്കുകയുണ്ടായി. അതിഥി തൊഴിലാളിയായിട്ടുള്ള റാം നാരായണനെ ഇഞ്ചിഞ്ചായിട്ട് അടിച്ചു കൊന്നു എന്നത് നാം വായിക്കുകയുണ്ടായി. ഇതെല്ലാം വിദ്വേഷവും പകയും ഒക്കെ വെച്ച് പുലർത്തുന്നതായിട്ടുള്ള അവസ്ഥകൾ. ഞാനൊരു സത്യം പറയട്ടെ, മനുഷ്യ ഹൃദയത്തിൽ എപ്പോൾ ഒരു പകയും വിദ്വേഷമൊക്കെ ഉണ്ടാകും, വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാകും, അപ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്. അത് ദൈവികമല്ല. വെറുപ്പും വിദ്വേഷവും എന്ന് പറയുന്നത് ദൈവികമല്ല. കോപിക്കുന്നതിനെക്കുറിച്ച് പോലും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കോപം വെച്ചുകൊണ്ടിരിക്കരുത്, സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിന് മുമ്പേ പറഞ്ഞു തീർത്തേക്കണം. അനുരഞ്ജനപ്പെടണം, ക്ഷമിക്കണം. വളരെയധികം പ്രയാസമാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട്. കാരണം നമ്മുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നതെല്ലാം വെറുപ്പും പകയുമാണ് എന്നുള്ളത് കൊണ്ടാണ്, വിദ്വേഷമാണ്. ചില ആളുകളെക്കുറിച്ചൊക്കെ നമ്മളെ നല്ലതായിട്ട് കമൻ്റ് പറഞ്ഞ് താറുമാറാക്കും, കൊള്ളുകയില്ല. ഒരു സ്കൂളിൽ പോയതായുള്ള കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് ടീച്ചറെ അമ്മയ്ക്കൊരു എഴുത്തുമായിട്ട് കൊടുത്തയച്ചു. ആ കുട്ടി വന്ന് എഴുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ അത് വായിച്ചതായുള്ള അവസരത്തിൽ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകി. അപ്പോൾ ചോദിച്ചു, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? കുട്ടി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു,
നീ മിടുക്കനാണ്, പക്ഷേ ഈ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പറ്റുകയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അമ്മ അവനെ പഠിപ്പിച്ചു, അവനെ ലോകമറിയുന്നതായൊരു ശാസ്ത്രജ്ഞനായിട്ട് മാറുകയും ചെയ്തു. ക്രിസ്മസിൻ്റെ കാലയളവിൽ നാം മനസ്സിലാക്കിയതായൊരു വസ്തുതയാണ്, ഇടമില്ല. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവനെ കീറ്റുശീലയിൽ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് നാം വായിക്കുന്നത്. മനുഷ്യൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതായുള്ള സ്ഥലമല്ല, എന്നാൽ അവിടെയാണ് കുഞ്ഞിനെ കിടത്തിയത്. ഈ ലോകത്തിൽ ജനിക്കുന്നതായുള്ള ഓരോ കുഞ്ഞിനും ജീവിക്കുന്നതിനായുള്ളൊരിടമുണ്ടാവണം. ദൈവം നൽകിയിരിക്കുന്നതായുള്ള കഴിവുകളെ വികസിപ്പിക്കുന്നതിനായുള്ളൊരു അവസരമുണ്ടാവണം. അതുകൊണ്ടാണ് നാം കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നത്. എഡ്യൂക്കേഷണൽ എയ്ഡൊക്കെ കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ്. സാമ്പത്തികമായുള്ള പ്രയാസം കൊണ്ട് ഒരു കുഞ്ഞും പഠിക്കാതിരിക്കരുത്. സാമ്പത്തികമായുള്ള പരാധീനത കൊണ്ട് ജീവിതത്തിൽ ഉയർന്നു വരുവാൻ കഴിയുന്നതായുള്ള രംഗത്ത് ഉയർന്നു വരുവാൻ ഇടയാകാതെ പോകരുത്. ഗിരിവർഗക്കാരുടെ ഇടയിൽ നിന്നും SC STയിൽ നിന്നുമൊക്കെ പ്രഥമ പൗരൻ അല്ലെ പൗര എന്ന് പറയുന്നതല്ല സ്ഥാനത്തേക്കൊക്കെ ഉയർന്നു വരുവാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്നതല്ല ഒരു ഭാരതമാണ്. എന്നാൽ പലപ്പോഴും സമൂഹത്തിൽ, ജനമധ്യത്തിൽ, നമ്മളുടെ ഇടയിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ കഴിയാതെ പോകുന്നു. എന്തിനെ ഭയപ്പെടണം? നാം ഇന്ന് ജീവിക്കുന്നത് ന്യൂ ജനറേഷൻ്റെ കാലഘട്ടത്തിലാണ്, സ്മാർട്ട് ഫോണിൻ്റെ കാലഘട്ടത്തിലാണ്, വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതായൊരു ലോകത്തിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായുള്ള കാലഘട്ടത്തിലാണ്. ഒരു പുതിയ വർഷത്തിലേക്കൊക്കെ നാം പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ പുതിയ വർഷം എങ്ങനെയുള്ളതായിരിക്കും എന്നത് പ്രവചിക്കുവാനായിട്ട് പ്രയാസമാണ്. ചുറ്റുപാട് നടക്കുന്നതായുള്ള കാഴ്ചകളൊക്കെ കാണുന്ന അവസരത്തിൽ നമുക്ക് പറയുന്നതിനായിട്ട് സാധിക്കും, നമ്മെ ഭയപ്പെടുത്തുന്നതായുള്ള അനേക കാര്യങ്ങളുണ്ടാവും എന്നത്. ഇന്ന് യുവജനങ്ങളെല്ലാം ആകർഷിക്കുന്നതായുള്ള ഒന്നാണ് റീൽസ് എടുക്കുക എന്ന് പറയുന്നത്. റഷ്യയിൽ ഒരു മഹാമാരി ഉണ്ടായതായിട്ടുള്ള അവസരത്തിൽ റെയിൽവേ പാലം അതിന് കേട് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയതല്ല 2 കുട്ടികൾ അതിനെ പോകുന്നതായുള്ള ട്രെയിനെ ഒന്ന് നിർത്താനായിട്ട് ശ്രമിക്കുന്നു. അവസാനം തങ്ങളുടെ ഒരാളുടെ വീട് തീ കത്തിച്ചാണ് ഡ്രൈവറിൻ്റെ അറ്റൻഷൻ കൊണ്ടുവന്ന് അപകടത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നത്. ഇത് റഷ്യയിൽ നടന്നതായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മളുടെ കേരളത്തിൽ തലശ്ശേരിയിൽ ഇതിനോട് സമമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുകയുണ്ടായി. രാത്രിയിൽ എറണാകുളത്ത് നിന്ന് പൂനെയിലേക്ക് പോകുന്നതായുള്ളൊരു ട്രെയിൻ റെഡ് ലൈറ്റ് കാണിച്ച് നിർത്തുന്നു. അത് നിർത്തുന്നതിൻ്റെ പടം എടുത്ത് റീൽസാക്കുന്നു. ഇതിന് തങ്ങൾ സമയമെടുത്തതായുള്ള അവസ്ഥയിൽ റെയിൽവേ പോലീസിനെ കയ്യിലകപ്പെട്ടു, കേസ് ചുമത്തിയിട്ടുണ്ട്. എന്നാൽ സാധാരണ ആളുകൾക്ക് സാധിക്കാത്തത് എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ചോദ്യം. ഒരു റീൽസ് ഉണ്ടാക്കി അയക്കുന്ന അവസരത്തിൽ ലൈക്ക് എത്രത്തോളം ഉണ്ടോ അത് ജീവിതത്തെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാണ്. മറ്റുള്ളവരെക്കാൾ മിടുക്കരായിട്ട് അതിവേഗത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കഴിയുമെങ്കിൽ അവിടെയാണ് സ്മാർട്ട് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു രംഗത്തേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതിനെക്കുറിച്ചുണ്ടായ ഒരു എഡിറ്റോറിയലിൻ്റെ ഭാഗത്തെ പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവൻ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയുന്നതായുള്ള റീൽസിനേക്കാൾ വലുതാണ് എന്ന് ചിന്തിച്ചോണം. കാരണം എന്താണ്? ഇങ്ങനെ റീൽസ് എടുക്കുവാനായിട്ട് പോയ പല ആളുകളും മരണത്തിൽ അകപ്പെട്ടു എന്നുള്ളതായിട്ടുള്ള വസ്തുത. കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിൽ റീൽസ് ചിത്രീകരണത്തിനിടയിൽ ശ്വേത ദീപക് സുർവാസെ എന്ന് പറയുന്നതായുള്ള ആള് 300 അടി താഴ്ചയിലേക്ക് വീണാണ് മരിച്ചത്. നിങ്ങളുടെ ജീവൻ 2-3 മിനിറ്റിനേക്കാൾ വിലയുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. നീതിയും സമാധാനവും ഈ ലോകത്തിൽ വാഴുവാൻ ആഗ്രഹിച്ചതായുള്ള ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നീതിയുടെ മാർഗം, സമാധാനത്തിൻ്റെ മാർഗം അത് അവലംബിക്കുക എന്നതാണ്. മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ഭയപ്പെടേണ്ട എന്നത് തന്നെയാണ്. നാം വായിക്കുന്നുണ്ട്, ആദിമ അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റേതായുള്ള അവസരത്തിൽ ഒരു ശിഷ്യൻ മാത്രമേ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്നതായുള്ളൊരു സാഹചര്യമാണ്. യേശു അവരുടെ മധ്യത്തിൽ എഴുന്നള്ളിയാണ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. എന്നാൽ പിന്നീടുള്ള അപ്പോസ്തല പ്രവൃത്തികളിലൂടെ നാം വായിക്കുന്നുണ്ട്, അവർ ലോകത്തെ കീഴ്മേൽ മറിച്ചവരായിട്ട് തോന്നുന്നു. എങ്ങനെ? പുനരുദ്ധാനത്തിൻ്റെ ശക്തി തങ്ങൾക്ക് അനുഭവിപ്പാനായിട്ട് ഇടയായതുകൊണ്ട്. ദൈവജനം ദൈവികമായിട്ട് ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് ഇടയാവുന്നത് ദൈവത്തിൽ നിന്ന് ഈ ശക്തി ലഭിക്കുന്നതായുള്ള അവസരത്തിലാണ്. നാം ദൈവത്തിൻ്റേതാണ് എന്നതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ശമരിയാക്കാരത്തെ സ്ത്രീയോടെ കർത്താവ് പറയുന്നതായുള്ള വാക്ക് അതാണ്, നീ ദൈവത്തിൻ്റെ ദാനം എന്നറിഞ്ഞിരുന്നുവെങ്കിൽ. നീ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മളോട് ഓരോരുത്തരോടും ഈ രാവിലെ ദൈവം പറയുന്നതായുള്ള വാക്കുകൾ തന്നെയാണ്, നീ ദൈവത്തിൻ്റെ ദാനമാണ്. നിനക്ക് കഴിവുണ്ടായിരിക്കാം, നിനക്ക് സാമർഥ്യമുണ്ടായിരിക്കാം, നിനക്ക് അവസരമുണ്ടായിരിക്കാം, നിനക്ക് സ്വത്തുണ്ടായിരിക്കാം, സ്വാധീനമുണ്ടായിരിക്കാം, അധികാരമുണ്ടായിരിക്കാം, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവത്തിന് വിധേയപ്പെട്ട് സൗമ്യതയോടെ അനുസരണത്തോടെ ജീവിക്കുക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, സൗമ്യതയുള്ളവ ഭാഗ്യവാന്മാർ, അവ വേദോസ്തം വായിച്ചില്ലേ, ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവ ഭൂമിയെ അവകാശമാക്കും. ഈ ലോകത്തെയും ലോകത്തുള്ളതിനെയൊക്കെ അവകാശമാക്കി തീർക്കുവാനായിട്ട് കഴിയുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ, സൗമ്യതയോടുകൂടി ജീവിക്കുക. കർത്താവ് കാണിച്ചു തന്നതായുള്ള വഴി അതാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞതായുള്ള കർത്താവ്. അതുകൊണ്ട് കർത്താവിൻ്റെ ചുവടുകളെ പിന്തുടരുന്നവരായി, ദൈവജനമായി, ദൈവികമായുള്ള പ്രവൃത്തികൾ കാഴ്ചവെക്കുന്നവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. കർത്താവേ, സൗമ്യതയോടെ നിൻ്റെ സന്നിധിയിൽ ജീവിപ്പാൻ, അനുസരണത്തോടെ നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെല്ലാം പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഭയപ്പെടേണ്ട എന്നുള്ള അവിടുത്തെ ദൂത് എപ്പോഴും ഞങ്ങൾ ഓർക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഭയത്തെ അകറ്റുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നതായിട്ടുള്ള ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായുള്ള യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതായിട്ടുള്ള മാതൃകകളെ പിന്തുടരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞ് സൗമ്യതയോടെ ഈ ലോകത്തിൽ ജീവിച്ചതായുള്ള കർത്താവിൻ്റെ മക്കളായിട്ട് കാണപ്പെടുവാൻ ഞങ്ങൾ ഇടയാകണമേ. ദൈവമായ കർത്താവെ, സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ ഭൂമിയെ അവകാശമാക്കുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സൗമ്യതയോടെ, അനുസരണത്തോടെ, ദൈവത്തിന് വിധേയപ്പെട്ട് വിനയത്തോടെ ഈ ലോകത്തിൽ ജീവിക്കുന്നവരായി കാണപ്പെടുവാൻ ഞങ്ങളെല്ലാം നീ പ്രാപ്തരാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ.